എ ബി സി പീപ്പിൾ വെൽത്ത്. എ ബി സി, എ ബി സി, എ ബി സി. ഈ നമ്മുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിലാണ് ഇത് റിലവൻ്റ് ആകുന്നത്. ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിൽ എ പ്ലേയേഴ്സ് ഉണ്ട്, ബി പ്ലേയേഴ്സ് ഉണ്ട്, സി പ്ലേയേഴ്സ് ഉണ്ട്, ഡി പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആരാണ് എ പ്ലേയേഴ്സ്, ആരാണ് ബി പ്ലേയേഴ്സ്, ആരാണ് സി പ്ലേയേഴ്സ്, ആരാണ് ഡി പ്ലേയേഴ്സ്? ഡി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർക്ക് പെർഫോമൻസ് ഇല്ല, അവരുടെ പെർഫോമൻസ് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവർ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അവർ നമ്മുടെ കൾച്ചറൽ ഫിറ്റ് അല്ല. അപ്പൊ എന്താണ്, നമ്മുടെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അവർക്ക് പെർഫോമൻസും ഇല്ല. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഡി പ്ലേയേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡി പ്ലേയേഴ്സ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം അവര് ബേസിക്കലി നിങ്ങളുടെ കമ്പനിയിൽ വെറുതെ ഇത്തിക്കണ്ണിയായിട്ടിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്, വേറെ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് ആക്ച്വലി ഇത് പാർഷ്യലി ഇൻവെന്റ് ചെയ്തേക്കുന്നത് എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള പാർട്ണർ ആയിട്ടുള്ള ഡാൻലോക്ക് ആണ്. അപ്പം സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, സി പ്ലേയേഴ്സ് കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല, അവർ കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല, പക്ഷെ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പെർഫോമൻസ് ഉണ്ട്, അവർക്ക് കൾച്ചറൽ ഫിറ്റ് അല്ല പക്ഷെ പെർഫോമൻസ് ഉണ്ട്, കൾച്ചറൽ ഫിറ്റ് അല്ല പെർഫോമൻസ് ഉണ്ട്. ഇതാണ് സി പ്ലേയേഴ്സ്. അപ്പൊ സി പ്ലേയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് പറഞ്ഞാൽ ബി പ്ലേയേഴ്സ് ആണ്. ബി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവര് കൾച്ചറുമായിട്ട് ഭയങ്കര ഫിറ്റ് ആണ്. മനസ്സിലാക്കാൻ നോക്കട്ടെ ബോർഡിന്. കൾച്ചറൽ ഫിറ്റ് ആണ് പറഞ്ഞാലും മനസ്സിലാക്കില്ലാത്ത ആൾക്കാർ. ഓക്കെ, കൾച്ചറൽ ഫിറ്റ് ആണ്. ഓക്കെ, കൾച്ചറൽ ഫിറ്റ് ആണ്, അതേസമയം ലോ പെർഫോമൻസ് ആണ്, ലോ പെർഫോമൻസ് ആണ്. അപ്പൊ ഈ ആൾക്കാരാണ് ബി പ്ലേയേഴ്സ് ആണ്. ഓക്കെ, ലോ പെർഫോമേഴ്സ് ബി പ്ലേയേഴ്സ് ആണ്. ഇനി എ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കൾച്ചറൽ ഫിറ്റ് ആണ്, അതുപോലെ തന്നെ അവർ ഹൈ പെർഫോമേഴ്സും ആണ്. ക്ലിയർ ആണോ? കൾച്ചറൽ ഫിറ്റ് ആണ്, ഹൈ പെർഫോമേഴ്സും ആണ്. ക്ലിയർ ആണോ? അപ്പൊ എ ബി സി ഡി ക്ലിയർ ആണോ? ഈ എ ബി സി എന്ന് പറയുമ്പോൾ അപ്പൊ ഇനി നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം വെച്ചാൽ, എ പ്ലേയേഴ്സ് അവർ പെർഫോമൻസ് ഉണ്ട്, അവർ കൾച്ചറൽ ഫിറ്റ് ആണ്. ബി പ്ലേയേഴ്സ് അവര് കൾച്ചറൽ ഫിറ്റ് ആണ്, പെർഫോമൻസ് ഇല്ല. സി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കൾച്ചറൽ ഫിറ്റ് അല്ല, അവർക്ക് പെർഫോമൻസ് ഉണ്ട്. ഡി പ്ലേയേഴ്സ് പറഞ്ഞാൽ അവർ കൾച്ചറൽ ഫിറ്റും അല്ല, പെർഫോമൻസും ഇല്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു സീക്രട്ട് ആയിട്ട് ഹിഡൻ ആയിട്ട് ഒരു വെൽത്ത് ഉണ്ട്. സ്പെഷ്യലി നിങ്ങൾ വലിയൊരു കമ്പനി ആണെങ്കിൽ ഡി പ്ലേയേഴ്സിന് മുഴുവൻ പറഞ്ഞു വിടുക. അപ്പൊ അതിങ്ങനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്നത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗുണം ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഗുണമാകുന്നില്ല. അവരോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവരെ നിങ്ങളുടെ കമ്പനിയിൽ കീപ്പ് ചെയ്യുന്നത്. ഡി പ്ലേയേഴ്സിനെ പറഞ്ഞു വിടുക. ഡി പ്ലേയേഴ്സിനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ എ ബി സി പ്ലേയേഴ്സ്, ഞാൻ പറഞ്ഞ എ പ്ലേയേഴ്സ് പറഞ്ഞാൽ ആരാണ്? പെർഫോമൻസ് ഉണ്ട്, കൾച്ചർ ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചറുമായിട്ട് ഫിറ്റ് ആണ് പക്ഷെ പെർഫോമൻസ് ഇല്ല. സി എന്ന് പറഞ്ഞാൽ കൾച്ചറുമായിട്ട് ഫിറ്റ് അല്ല, പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, ഈ ബാക്കിയുള്ളവരെല്ലാവരും ആക്ടിവേറ്റഡ് ആവും, ബാക്കിയുള്ളവരെല്ലാവരും എക്സൈറ്റഡ് ആവും. അവരെ സംബന്ധിച്ചോളം എൻ്റെ അമ്മോ എൻ്റെ ജോലി പോകാനുള്ള ഓർത്തോണ്ട് അവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. അപ്പോഴെന്താണ്? വീണ്ടും വെൽത്ത് ആണ്. ഡി പോയപ്പോൾ നമുക്ക് പൈസ സേവിങ്, എ ബി സി കൂടുതൽ പെർഫോം ചെയ്യണം, അപ്പോഴും നമുക്ക് സേവിങ് ആണ്. ഇനി നിങ്ങൾ വെച്ചാൽ എ പ്ലേയേഴ്സിനെ റിവാർഡ് ചെയ്യുക. എങ്ങനെയാണ് റിവാർഡ് ചെയ്യുന്നത്? അവർക്ക് പെർഫോമൻസ് ബോണസ് കൊടുക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ റൈറ്റ് ആയിട്ടുള്ള ലെവലിൽ പ്രൊമോട്ട് ചെയ്യുക. ബി പ്ലേയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. എന്തിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? പെർഫോമൻസിൽ ട്രെയിനിങ് കൊടുക്കുക. സി പ്ലേയേഴ്സിന് എന്ത് കൊടുക്കുന്നു? സി പ്ലേയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുകയാണ് എന്തിൽ? കൾച്ചറിൽ ട്രെയിനിങ് കൊടുക്കുക. സി പ്ലേയേഴ്സിനെ നമ്മൾ കൾച്ചറൽ ട്രെയിനിങ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഈവൻ മോർ വെൽത്ത് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഡി പ്ലേയേഴ്സിന് ഡ്രോപ്പ് ചെയ്ത് പൈസ വന്നു. പിന്നെ എന്താ സംഭവിച്ചത്? എ ബി സി ആൾക്കാർ കൂടുതൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സി പ്ലേയേഴ്സ് അവർ കൾച്ചറുമായിട്ട് മാച്ചല്ല, അവർ കൾച്ചറൽ ട്രെയിനിങ് കൊടുത്തു, മറ്റവർക്ക് പെർഫോമൻസ് ട്രെയിനിങ് കൊടുത്തു, ആൾക്കാർ റിവാർഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളുടെ ആദ്യത്തെ വെൽത്ത് ക്രിയേഷൻ നടന്നു, ആദ്യത്തെ ഫിസിക്കൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ നടന്നു.